എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, സ്വീറ്റ് പൂരി. അതിനായി ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 2 നുള്ള് സോഡ പൗഡർ ചേർക്കുക. ബേക്കിംഗ് സോഡയല്ല. ഒരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് മാവ് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം അല്പാൽപമായി ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുക. 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് ശേഷം നോക്കിയാൽ മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അത് കുഴച്ചെടുത്ത് കയ്യിൽ വെച്ച് ചെറിയ ബോൾസ് ആക്കി പരത്തി എടുക്കുക. 10 രൂപ നാണയത്തിൻ്റെ വലിപ്പത്തിൽ പരത്തി ഒരു എണ്ണ തടവിയ പ്ലേറ്റിലേക്ക് മാറ്റുക. എല്ലാം ഇതുപോലെ പരത്തിയെടുക്കണം. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒഴിച്ച്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒന്നൊന്നായി ഇട്ട് കൊടുക്കുക. പതിയെ ഇളക്കി ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റുക. ഇങ്ങനെ കോരി മാറ്റിയ പൂരി നമ്മൾക്ക് ഏതെങ്കിലും കറി ഉപയോഗിച്ചുകൊണ്ട് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ സ്വീറ്റ് പൂരിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് 2 സ്പൂൺ വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി പാനി തയ്യാറാക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൂരികൾ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റ് ഇളക്കിയാൽ ഇതുപോലെ തയ്യാറായി കിട്ടുന്നതാണ്. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. നന്ദി.